വിദ്യാർത്ഥികളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. നമുക്ക് ഇന്ന് 6ാം ക്ലാസ്സിൻ്റെ 1ാം പാദവാർഷിക പരീക്ഷയുടെ ചോദ്യപേപ്പറും അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ആൻസർ കീ നോക്കാം. മക്കൾ ചാനൽ ആദ്യമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക കേട്ടോ. 6ാം ക്ലാസ്സിൻ്റെ എല്ലാ ക്ലാസ്സുകളും നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൻ്റെ എല്ലാ ക്ലാസ്സുകളും ആക്ടിവിറ്റീസൊക്കെ ഇതിൽ തന്നെ സ്റ്റാൻഡേർഡ് 6 അറബിക് എന്ന് പറഞ്ഞ പ്ലേലിസ്റ്റിൽ കിടക്കുന്നുണ്ട്. മക്കൾ പോയി കാണണം. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം ഓരോ പ്രവർത്തനം. ഇപ്രാവശ്യം ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് ചെറിയ വ്യത്യാസമൊക്കെ ഉണ്ടായിരുന്നു അല്ലേ? എങ്ങനെ നമുക്ക് ഉത്തരങ്ങൾ എഴുതാൻ നോക്കിയാലോ? ഒന്നാമത്തെ പ്രവർത്തനം എന്താ? നഖറ ഉൽ ബയാൻ. എന്താണ്? നഖറ ഉൽ ബയാൻ വനുജീബ് ഹസബൽ ഇർഷാദാത്ത്. ബയാൻ വായിച്ചിട്ട് ഇർഷാദാത്ത് നിർദ്ദേശങ്ങൾക്കനുസരിച്ച് ഉത്തരം കൊടുക്കണം അല്ലേ? നിർദ്ദേശങ്ങൾക്കനുസരിച്ച് ഉത്തരം കൊടുക്കണം. എന്താണ്? ഒന്ന്, ഫി ഖദീമി സമാൻ, പണ്ട് കാലത്ത്, ഫി ഖദീമി സമാൻ ഇസ്തഖദമൻ നാസു ആലാത്തിൻ യദവിയ്യ, പണ്ട് കാലത്ത് ജനങ്ങൾ ധാരാളം കൈ ഉപകരണം ഉപയോഗിച്ചിരുന്നു, ഹാൻഡ് ടൂൾസ്. ലി ഹാജാത്തിഹിമിൽ യൗമിയ, അവരുടെ ദിവസത്തെ ആവശ്യങ്ങൾക്ക് വേണ്ടി. ഇസ്തഖദമു അൽ അദവാത്ത്, അവർ ടൂൾസ് ഉപയോഗിച്ചു. അൽ കഹ്റുബായി, ഇലക്ട്രിക്. ഫി അഹ്ദിൽ കഹ്റുബ, ഇലക്ട്രിക് കാലത്ത്. മിസ്ലൽ ലംബ, ലാമ്പ്. വൽ മുർവഹ, ഫാനി. വസ്സല്ലാജ, സല്ലാജ ഫ്രിഡ്ജ്. ലഹറൽ ഹാസൂബ്, ഹാസൂബ് വന്നു ഫി മുൻതസിഫിൽ ഖർനിൽ 20ാം നൂറ്റാണ്ടിന്റെ അപ്പോ അല്ലെ? ഇഖ്തിറാഉൽ ഇന്റർനെറ്റ്, ഇന്റർനെറ്റിന്റെ കണ്ടുപിടുത്തം. സാഅദന അല തവസുൽ, നമുക്ക് കമ്മ്യൂണിക്കേഷൻ എളുപ്പമാക്കി. ബിസുറ, പെട്ടെന്ന്. ലഹറൽ ഹാത്തിഫ് സക്കി, സ്മാർട്ട് ഫോൺ വന്നു. ഫിൽ ഖർനിൽ ഹാദി വൽ 21ാം നൂറ്റാണ്ടിൽ. യുംകിനുൽ ഇത്തിസാൽ, ഇത്തിസാൽ നമുക്ക് എളുപ്പമാക്കുന്നു. അത്തസറുഫാത്ത് ബിലംസിൻ വാഹിദി അല്ലേ? അത് നമുക്ക് തസറുഫാത്തും ഇത്തിസാലും ഒക്കെ ഒരൊറ്റ ക്ലിക്കിൽ എളുപ്പമാക്കുമെന്നാണ്. അപ്പൊ ചോദ്യം എന്താണ്? ഒന്നാമത്തെ ചോദ്യം, കൈഫ യുസാഇദു അൽ ഹാത്തിഫ് സക്കി അൽ ഇൻസാൻ, എങ്ങനെയാണ് ഹാത്തിഫ് സക്കി, സ്മാർട്ട് ഫോൺ മനുഷ്യനെ സഹായിക്കുന്നത്? എങ്ങനെയാണ്? എങ്ങനെ എഴുതാം? നമുക്ക് എങ്ങനെ എഴുതാം? അവിടെ ഒരു ഉത്തരവുണ്ട്. യുംകിനുൽ ഇത്തിസാൽ അത്തസറുഫാത്ത് ബിലംസിൻ വാഹിദ് എന്നുണ്ട് അല്ലേ? അത് നമുക്ക് എങ്ങനെ എഴുതാം? ബിൽ ഹാത്തിഫ് സക്കി, ഇതിന് മുമ്പിൽ ഒരു ബിൽ ചേർക്കാം. ബിൽ ഹാത്തിഫ് സക്കി, സ്മാർട്ട് ഫോൺ കൊണ്ട്, ഇത് വേണ്ട. ബിൽ ഹാത്തിഫ് സക്കി യുംകിനുൽ ഇത്തിസാൽ, ഈ സെന്റൻസ് മുഴുവനായിട്ട് എഴുതിയത്. വത്തസറുഫാത്ത് ബിലംസിൻ വാഹിദ്, ബിൽ ഹാത്തിഫ് സക്കി യുംകിനുൽ ഇത്തിസാൽ വത്തസറുഫാത്ത് ബിലംസിൻ സക്കിയിൻ എന്ന് എഴുതുക. ഓക്കെ, അതാണ് ഒന്നാമത്തെ. ഇനി 2, ഇഖ്തരി ഷാദ മിനൽ ഖൗസൈൻ, ഇതില് കൂട്ടത്തിൽ പെടാത്തത് ലംബ, ലാമ്പ്. മുർവഹ, ഫാന്. സല്ലാജ, ഫ്രിഡ്ജ്. മിഹറാസ് എന്താ? കലപ്പ. അപ്പോ മിഹറാസ് ആണ് അതില് കൂട്ടത്തിൽ പെടാത്തത്. എന്തുകൊണ്ട്? ബാക്കിയെല്ലാം ഇലക്ട്രിക് ആണ്, ഇത് ഓൾഡ് ഏജ് ആണ് അല്ലേ? നുക്മിൽ ജുംല, ജുംല പൂർത്തിയാക്കാൻ. ഇഖ്തിറാഉ ഡാഷ് സാഅദന അല തവാസുൽ ബിസുറ, ഇഖ്തിറാഉ എന്താണ്? എന്തോ ഇതിന്റെ കണ്ടുപിടുത്തണം നമുക്ക് കമ്മ്യൂണിക്കേഷൻ എളുപ്പമാക്കി. എന്താണ്? അവിടെ ഉണ്ട് ഇഖ്തിറാഉൽ ഇന്റർനെറ്റ്. അപ്പൊ ഇവിടെ ഇന്റർനെറ്റ് എന്നാണ്, ഇന്റർനെറ്റ് എന്നുള്ള വാക്ക് ഇവിടെ കൊടുക്കണം കേട്ടോ. അടുത്തത് നസുൽ ബൈനുൽ ഉമൂദൈൻ, മാച്ച് ചെയ്യുക. അൽ ഹാസൂബ്, കമ്പ്യൂട്ടർ അല്ലേ? കമ്പ്യൂട്ടർ ഖദീമുസ്സമാൻ, പഴയ കാലം. ഖർനിൽ ഹാദി വൽ 21ാം നൂറ്റാണ്ട്. മുൻതസിഫുൽ ഖർനിൽ 20ാം നൂറ്റാണ്ടിന്റെ പകുതി. ഏതാണ് ശരി? ഹാസൂബ് കണ്ടുപിടിച്ചത് മുൻതസിഫ് അല്ലേ? എവിടെയാണ്? മുൻതസിഫ്. മുൻതസിഫ്. ഹാസൂബിന് നമുക്ക് മുൻതസിഫുൽ ഖർനിൽ 20, അൽ ഹാത്തിഫ് സക്കി 21ാം നൂറ്റാണ്ട്. ഒരെണ്ണം ബാക്കിയാവും. ഓക്കെ അല്ലേ? ഇനി 2ാമത്തെ പ്രവർത്തനം എന്താണ്? നഖറഉൽ ഹിക്കായ വനുക്മിലുൽ ഹിവാർ, ഹിവാർ എന്താണ്? ഹിക്കായ വായിച്ചിട്ട് ഹിവാർ പൂർത്തിയാക്കാൻ. സാറ ഹിലാൽ വഉസ്റതുഹു മദീനത്ത് ഹൈദരാബാദ്, ഹിലാലും അവന്റെ ഫാമിലിയും ഹൈദരാബാദ് സന്ദർശിച്ചു. ഷാഹദ ഫീഹ ചാർമിനാർ വ മസ്ജിദ് മക്ക വഗൈറഹ, അവിടെ ചാർമിനാറും മക്ക മസ്ജിദും കണ്ടു. ബഅദ റുജൂവൽ, മടങ്ങി വന്നതിന് ശേഷം. ലക്കിയ സ്വദീഖഹു നജീബൻ, കൂട്ടുകാരൻ നജീബിന് കണ്ടു. ഫജറ ബൈനഹുമാ ഹിവാർ, അപ്പൊ അവർ തമ്മിൽ ഹിവാർ നടത്തി. എന്ത് ഹിവാറാണ് നടത്തിയത്? നജീബ് അസ്സലാമു അലൈക്കും. ഹിലാല്
വാലൈക്കും അസ്സലാം. അല്ലേ? അറിയാത്തവരില്ലല്ലോ. വാലൈക്കും അസ്സലാം എന്ന് എഴുതി അല്ലേ? അയിന കുന്തഫിൽ ഉസ്ബൂൽ മാലി. നീ കഴിഞ്ഞ ക്ലാസ്സിൽ എവിടെയായിരുന്നു? അപ്പൊ സാഫർത്തു ഇല എവിടെയായിരുന്നു? ഇല ഏത് വാക്ക് കൊടുക്കണം? ഹൈദരാബാദ് അല്ലേ? ആ വാക്ക് മക്കള് ഇവിടെ എഴുതണം. ഇനി മാഹിയൽ വിജിഹാദ് സിയാഹിയ ഫി ഹൈദരാബാദ്. ഹൈദരാബാദിൽ എന്തൊക്കെയുണ്ട്? 2 സ്ഥലങ്ങളുടെ പേര് പറഞ്ഞില്ലേ? ചാർമിനാർ ഓ മസ്ജിദ് മക്ക. അത് ഇവിടെ എഴുതി കൊടുക്കാം. അയ്യു വജബത്തിൻ അഹബ്ബ ഇലൈക. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണം ഏതാ? ഹൈദരാബാദ് ബിരിയാണി. ഹൈദരാബാദ് ബിരിയാണി. അപ്പൊ നജീബ് ചോദിക്കേണ്ട എന്തോ കാര്യം ചോദിച്ചു. അപ്പൊ ഹിലാലിന്റെ മറുപടി കാനത്ത് റിഹില മുരീഹൻ. യാത്ര നല്ല രസമായിരുന്നു. അപ്പൊ കൈഫ കാനത്ത് റിഹില എന്നാണ്. അപ്പൊ ഇതിന്റെ മുമ്പില് ഒരു കൈഫ എന്ന് ചേർത്താല് കൈഫ കാനത്ത് റിഹില എത്ര എഴുതിയാല് ഇവിടെയുള്ള ചോദ്യമായി. കൈഫ കാനത്ത് റിഹില. ഇൻഷാ അല്ലാ സാസൂർ ഹൈദരാബാദ്. ഞാനും എന്താണ് ഹൈദരാബാദിൽ പോകുന്നുണ്ട്. അപ്പൊ തിരിച്ച് നമുക്ക് ഹിലാൽ എന്ത് പറയും? ഇൻഷാ അല്ലാ. ഇല്ലെങ്കിൽ വഫക്കല്ല പറയും. വഫക്കല്ല വഫക്കല്ല. അള്ളാഹു നിന്നെ അനുഗ്രഹിക്കട്ടെ എന്നൊക്കെ വേണമെങ്കിൽ പറയാം കേട്ടോ. ഇനി അടുത്തത് നക്റൗൽ ഹിക്കായ വനുഇദ്ദുൽ മുക്കാലമത തിൽഫോണിയ. ഹിക്കായ വായിച്ചിട്ട് ഫോൺ സംഭാഷണം തയ്യാറാക്കാൻ. ഷാറക്ക തമീം ഫി മുസാബഖത്തിൽ മുസാല. തമീം എന്താണ് മറ്റേ മുസാല എന്താ? ക്വിസ് മത്സരത്തിൽ പങ്കെടുത്തു. ബദകത്തിൽ മുസാലത്ത് ഫി സാഅത്തിൽ ആശറ. 10 മണിക്കാണ് തുടങ്ങിയത്. നാല തമീം. തമീമിന് കിട്ടി ബി ദറജത്തിൽ ഊല 1ാം സ്ഥാനം. ഈ മുസാബഖത്തിൽ മുസാല. എന്തിൽ? മുസാലയിൽ. സാറ ഫരിഹൻ. അവൻ സന്തോഷവാനായി. വത്തസല ബി അബീഹി ഫി ലണ്ടൻ. അവൻ അവന്റെ ലണ്ടനിലുള്ള വാപ്പയെ കോണ്ടാക്ട് ചെയ്തു. തഖയ്യലുൽ മുക്കാലമ ബൈനുൽ വാലിദ് വ തമീം. വാലിദിന്റെ ഉപ്പയും തമീമും തമ്മിലുള്ള മുക്കാലമ ഫോൺ സംഭാഷണം എഴുതണം. എന്തെഴുതണം? വാലിദ് വിളിക്കും അല്ലേ? വാലിദിനെ വിളിക്കും. നമുക്ക് അസ്സലാമു അലൈക്കും എഴുതാം. അപ്പോ തമീമ് വാലൈക്കും അസ്സലാം അല്ലേ? പിന്നെയും സലാം എഴുതും. പിന്നെയും വാലിദ്. അപ്പൊ വാന്ന് മാത്രമേ ഞാൻ ഇടുന്നുള്ളൂ. എന്താണ്? കൈഫൽ ഹാൽ ചോദിക്കും. അപ്പൊ നമ്മളെ തമീമ് എന്ന് പറയും. തമീമിനെ താന്ന് മാത്രമേ ഞാൻ ഇടുന്നുള്ളൂ. അൽഹംദുലില്ലാ എന്ന് പറയും അല്ലേ? അൽഹംദുലില്ലാ അൽഹംദുലില്ലാ. പിന്നെ വന്നിട്ട് എന്താണ്? അസൽത്തു പറയും. എന്ത്? അസൽത്തു അല്ലെങ്കിൽ നിൽത്തു അല്ലെ? ബിദ്ദറജത്തിൽ ഊല ഫി മുസാബഖത്തിൽ മുസാല. എനിക്ക് ഇതിൽ 1ാം സ്ഥാനം കിട്ടി. അപ്പോ വാലിദ് എന്ത് പറയും? അഹ്സൻത. മിടുക്കൻ അല്ലേ? മിടുക്കൻ. അപ്പൊ നമ്മളെ തമീമ് എന്ന് പറയും ശുക്രൻ, നന്ദി, അബി. ശുക്രൻ യാ അബി എന്ന് പറയും. പിന്നെ വേണമെങ്കിൽ ബാക്കി കാര്യങ്ങൾ നിങ്ങൾക്ക് കുറച്ചും കൂടി കാര്യങ്ങൾ വേണമെങ്കിൽ എഴുതാം കേട്ടോ. അത് സിമ്പിളായിട്ട് പാസ്സാവുമെന്ന് പറഞ്ഞാൽ. ഇനി 3ാമത്തെ നഖ്റഉൽ മൻളൂ വ നുജീബ് ഹസബൽ ഇർഷാദാത്ത്. പദ്യം വായിക്കുക, ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കുക. കഫാബിൽ ഇൽമി ഫിൽ ളുലുമാതി നൂറ യുബയ്യിനുൽ ഹയാതി ലനൽ ഉമൂറ. അല്ലേ? ഇരുട്ടിൽ അറിവ് മതിയാവും വ്യക്തമായിട്ട്. അത് നമുക്ക് ജീവിതത്തിൽ കാര്യങ്ങൾ വിശദീകരിച്ചു തരും. തസീദു ബിഹിൽ ഉഖൂല ഹുദം വ റഷ്ദ. നമ്മുടെ ബുദ്ധിക്ക് സന്മാർഗം വർദ്ധിക്കും. തസ്തഗിരിൻ നുഫൂസ് ബിഹി ശുഊറ. അല്ലേ? മനസ്സ് ഉയരും. എന്താണ്? വിചാരബോധം ഉയരും. അബ്നാഉൽ മദാരിസി ഇന്ന നഫ്സി. സ്കൂൾ വിദ്യാർത്ഥികളെ എൻ്റെ മനസ്സ് തുഅമ്മലു ഫീകുമുൽ അമലൽ കബീർ. നിങ്ങളിൽ വലിയ പ്രതീക്ഷയാണ്. തക്തസിബുൽ ബിലാദ് ബിക്കും ഉദൂവൻ ഇദാ വജദ്തുലക്കും മിൻകും നസീറ. നാടിന് വലിയ ഉന്നതി ഉണ്ടാകും നിങ്ങൾ ആ നാടിനെ സഹായിച്ചാൽ. 1ാമത്തെ നക്തഷിബ് വ നക്തുബ് സുത്തൂറുൽ മുവാഫഖത്തുൽ സൂർ. ഇവിടെ കുറെ തസ്രീഹാത്ത് ഉണ്ട്. ഇതിന് അനുയോജ്യമായത് എഴുതാനാണ്. യസ്ദാദുൽ ഹുദാ വർ റുഷ്ദ്. ഇതിന് അനുയോജ്യമായത് ഏതാ? ഇത് അല്ലേ? 1 ഇത് ഹുദാ വർ റുഷ്ദ്. പിന്നെ അദ്ദാരിസൂന ഹും സബബു ഉലൂവിൽ ബിലാ. നാടിന്റെ ഉയർച്ചയ്ക്ക് ആരാണ്? വിദ്യാർത്ഥികളാണ് കാരണം അല്ലേ? അതിനേതാ ഉത്തരം വരിക? ബായിക്ക് ഏതാണ്? ഇതാണ് 2 അല്ലേ? ഇത് ഓക്കെ.
ഈ നഖ്താർ മിനൽ വൽ കലിമാത്തുൽ മുത്തനാഹിമ ഇതിൽ റൈമിംഗ് വേർഡ്സ് എഴുതാനാണ് പറയുന്നത്. റൈമിംഗ് വേർഡ്സ് ഏതൊക്കെയുണ്ട്? ഒരെണ്ണം നൂറ എന്ന് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഏതൊക്കെയുണ്ട്? നൂറ, റുഷ്ദ, അല്ലേ, ഉമൂറ, ഷുഊറ, കബീറ, നസീറ. ആ വാക്കുകളൊക്കെ മക്കൾ ഇവിടെയും ഇവിടെ ആയിട്ട് എഴുതാം. ഓക്കെ. മാതാ യുബയ്യൽ ഉമൂറ ഫിൽ ഹയാത്ത്. നമ്മുടെ ജീവിതത്തിൽ കാര്യങ്ങൾ വിശദീകരിച്ച് നമുക്ക് എന്താണ്? അൽ ഇൽമ്, അല്ലേ, അറിവാണ്. ഇവിടെ ഇല്ലേ അൽ ഇൽമ്. ഈ നാലാമത്തെ നുഇദുൽ ബയാന അനിൽ മഷ്ഹദ്. ഈ ചിത്രത്തെക്കുറിച്ച് ബയാൻ തയ്യാറാക്കുക. എന്താണ്? മനാറത്തു കുത്തുബ്, അല്ലേ. അപ്പൊ നമുക്കത് വെച്ച് എങ്ങനെ നമ്മുടെ പാഠഭാഗത്തിൽ പഠിച്ചതാണ്, അല്ലേ. ഇതിനു മുമ്പിൽ നമുക്ക് എന്ത് ചേർക്കാം? ഹാദിഹിന്ന് ചേർക്കാം. ഹാദിഹി മനാത്തു കുത്തുബ്. ഇത് മനാറത്തു കുത്തുബാണ്. ഹാദിഹി ആയതുകൊണ്ട് നമുക്ക് തഖഉ എന്ന് കൊടുക്കാം. തഖഉ ഫി ഡൽഹി. ഈ ബന എന്താക്കാം? ബനാഹ എന്നാക്കാം. ബനാഹ എന്താണ്? തുബുദ്ദീൻ ഐബക്. പിന്നെ ഇത് അങ്ങനെ തന്നെ എഴുതിയാൽ മതി കേട്ടോ. 1200 അത്ര എഴുതിയാൽ മതി. അപ്പൊ നമ്മുടെ ബയാന് തയ്യാറായി. ഓക്കെ. ഇനി അടുത്ത പ്രവർത്തനം ഇഖ്തരി സഹീഹ മിനൽ ഖൗസൈൻ. ഇതിൽ ബ്രാക്കറ്റിൽ ശരിയായതെടുത്താൽ ഡാഷ് മിനൽ അജായിബിൽ ആലമീയ. ലോകാത്ഭുതങ്ങളിൽ പെട്ടതാണ് എന്ത്? നെഹ്റുന്നീൽ, നൈൽ നദി, അഹ്റാം. എന്താണ് നെഹ്റാം? പിരമിഡ്, മത്താഫ് മിസർ, മിസറിലെ മ്യൂസിയം. ഏതാണ് ഉത്തരം? അഹ്റാം, അല്ലേ. പിരമിഡാണ് ലോകാത്ഭുതങ്ങളിൽ പെട്ടത്. പിന്നെ നുക്കുമൽ ഇസ്തിമാറത്ത തസ്ജീൽ റക്മി. തസ്ജീൽ റക്മി എന്താണ്? ഡിജിറ്റൽ രജിസ്ട്രേഷൻ പൂർത്തിയാക്കണം, അതിന്റെ ഫോം. തജ്രി മുസാബഖത്തുൽ ഖുതുബ ബിമുനാസബത്തിൽ യൗമുൽ ലോകൽ അറബി ഭാഷാ ദിനത്തോടനുബന്ധിച്ച് പ്രസംഗ മത്സരത്തിന്റെ നടക്കുകയാണ്. തഹ്ത ഇഷ്റാഫിൻ നാദിൽ അറബി ക്ലബിന്റെ കീഴിൽ. അപ്പൊ നമ്മൾ ഇസ്തിമാറത്ത് തസ്ജീൽ രജിസ്ട്രേഷൻ ഫോം പൂരിപ്പിക്കണം. ഇസ്മുൽ കാമിൽ, നിങ്ങളുടെ എന്താണ് മുഴുവൻ പേരെന്താ? നമുക്ക് കാമിൽ തന്നെ കൊടുക്കാം. കാമിൽ എന്ന് പേര് കൊടുക്കാം, അല്ലെ. ഇസ്മുൽ മദ്രസ എന്ത് കൊടുക്കണം? അൽ മദ്രസത്തു, അല്ലെ, അൽ ഹുക്കൂമിയ, അല്ലെ, ഗവൺമെന്റ് സ്കൂൾ. അല്ലെങ്കിൽ മദ്രസത്തു നിങ്ങളുടെ സ്കൂളിന്റെ പേരാണ്, അതിന്റെ ഇംഗ്ലീഷ് കൊടുത്താൽ മതി. ജിൻസ് എന്താണ്? ആണാണെങ്കിൽ ദക്കർ, പെണ്ണാണെങ്കിൽ ഉൻസ, കേട്ടോ. ക്ലാസ് ഏതാ? ക്ലാസ് സാദിസ്, 6ാം ക്ലാസ് അല്ലേ. താരീഖുൽ ഡേറ്റ് ഓഫ് ബർത്ത് ഇപ്പോൾ 20/10/2010 12 11 എന്ത് വേണം കൊടുക്കും. ഇൻവാൻ നിങ്ങളുടെ സ്ഥലം എഴുതുക, അല്ലേ. അപ്പൊ പാലക്കാട്. തവാസിൽ മൊബൈൽ നമ്പർ എഴുതുക, അല്ലേ. 9 ഇട്ടിട്ട് എന്താണ് നമ്പർ കൃത്യമായിട്ട് 10 നമ്പർ കൊടുക്കുക. ഇത്രയുള്ള പരിപാടി. ഇനി നുഇദ്ദുൽ ഇഅ്ലാൻ പൂർത്തിയാക്കണം. തജ്രി മുസാബഖത്ത് ഇഅ്ദാദ് ഹലമുൽ ഹിന്ദ്. പതാക നിർമ്മാണ മത്സരം നടക്കുകയാണ്. തഹ്ത ഇഷ്റാഫി മക്തബത്തിൽ ഖറിയ. ഗ്രാമത്തിലെ ഖറിയത്ത് എന്താ? ഗ്രാമത്തിലെ ലൈബ്രറി, മക്തബ. ബി മുനാസബത്ത് യൗമുൽ ഇസ്തിഖ്ലാലിനനുബന്ധിച്ചിട്ട്. ഫറജാഉ മിനൽ മുഷാരിക്കീൻ. പങ്കെടുക്കുന്നവരെന്ന് താല്പര്യപ്പെടുന്നു തസ്ജീൽ രജിസ്റ്റർ ചെയ്യാൻ കബില 10 അഗസ്തസ് 2025 ഓഗസ്റ്റ് 10 മുമ്പ്. അതിന്റെ ഏലാൻ തയ്യാറാക്കണം. അപ്പൊ തസുറു സന്തോഷിക്കുന്നു, അല്ലെങ്കിൽ എന്താണ് അറിയിക്കുന്നതിൽ സന്തോഷമുണ്ട്. ആർക്കാണ് സന്തോഷമുള്ളത്? തസുറു ഇത് കൊടുക്കണം. മക്തബത്തുൽ ഖറിയ. ആ വാക്ക് ഇവിടെ 1, കേട്ടോ. ഇതൊന്ന് അതവിടെ ചേർക്കണം. ബി ഇഅ്ലാൻ എന്ത് മത്സരം? പരസ്യപ്പെടുത്തുന്നത്. എന്ത് മത്സരമാണ്? മുസാബഖത്ത് ഇഅ്ദാദ് ഹലമുൽ ഹിന്ദ്. ഇത് 2. അത് നമുക്ക് ഇവിടെ എഴുതണം, കേട്ടോ. ബി മുനാസബത്ത് ഏത് ദിനത്തോടനുബന്ധിച്ച്? യൗമുൽ ഇസ്തിഖ്ലാൽ, അല്ലേ. യൗമുൽ ഇസ്തിഖ്ലാൽ. ഇത് 3. ഇത് നമ്മൾ ഇവിടെ എഴുതണം. അപ്പോൾ ഫറജാഉ മിനൽ മുശാരിക്കീൻ തസ്ജീൽ അബർ മൗഖിൽ മക്തബ ഫി അഖ്റബി വഖ്തിൻ മുംകിൻ. താരീഖു നിഹായത്ത് തസ്ജീൽ. ലാസ്റ്റ് ഡേറ്റ് എപ്പോഴാണ്? ഖബല ഓഗസ്റ്റസ്. അപ്പൊ ഇത് 4. ഈ 4 ഇവിടെ എഴുതണം.
താരിഖുൽ ബർനാം ഡേറ്റ് നടക്കുന്നപ്പോഴായിരിക്കും ഓഗസ്റ്റ് 15 അല്ലേ? അപ്പോൾ 15 ഓഗസ്റ്റസ് കേട്ടോ. ഇത്രേ ഉള്ളൂ. ഇനി അതിലെ ബി ക്വസ്റ്റ്യൻ എന്താണ് നോക്കാം നമുക്ക്. ബി നഖറ മുദക്കിറത്ത് റിഹല വനുഹവില ഇല മുദക്കിറത്തിക്ക. ഇവിടെ ഒരു യാത്രാ വിവരണമുണ്ട്, അത് നിങ്ങളുടെ മുദക്കിറയാക്കി മാറ്റണം. വസല അൻവർ എത്തി ഇല മഹത്തത്തിൽ ഖിതാർ, റെയിൽവേ സ്റ്റേഷനിലേക്ക് ബാക്കിറ നേരത്തെ. റക്കിബൽ ഖിതാർ ട്രെയിനിൽ കയറി വനസല ഫി മഹത്തത്തി തിർഫാന്തരം, തിരുവനന്തപുരത്ത് ഇറങ്ങി. ദഹബ ഇല സാഹിൽ ബഹർ, എവിടേക്ക് പോയി? കടൽ തീരത്തേക്ക് പോയി. വലഇബ ബി ത്വായിറ അൽ വറക്കിയ, എന്താണ്? പട്ടം കൊണ്ട് കളിച്ചു. വസബഹ ഫിൽ ബഹർ, ബഹറിൽ നീന്തി. മസഅൻ വൈകിട്ട് റജ ഇലൽ ബൈത്തി മസ്റൂറൻ, വീട്ടിലേക്ക് സന്തോഷത്തോടെ പോയി. അപ്പൊ ഇവിടെ എന്ത്, ഇത് ആര് പോയ കാര്യമാണ്? അൻവർ പോയ കാര്യമാണ് അല്ലേ? നമുക്കത് നിങ്ങൾ പോയ കാര്യമാക്കി മാറ്റണം. അപ്പൊ ഇവിടെ വസല എന്താ? ഇവിടെ വസൽ തൂന്നായി. അപ്പൊ ഇതിലെ ഇങ്ങനെയുള്ള ഫിയല് മാദികൾ മാത്രം ഇതുപോലെ മാറ്റിയാൽ മതി. ഏതൊക്കെ മാറ്റണം? റക്കിബ റക്കിബ്തു ആകും, പിന്നെയോ ദഹബ ദഹബ്തു ആകും, ലഇബ ലഇബ്തു ആകും, സബഹ സബഹ്തു ആകും, പിന്നെ റജഅ റജഅതു ആകും. അത്രയും മാറ്റിയിട്ട് എഴുതിയാൽ മതി കേട്ടോ. എങ്ങനെ പറയണം? വസൽത്തു പിന്നെ അൻവർ വേണ്ട അല്ലേ? വസൽത്തു ഇല മഹത്തത്തിൽ കിതാറി ബാക്കിറൻ റക്കിബ്തുൽ കിതാറ, റക്കിബ എന്താകും? റക്കിബ്തുൽ കിതാറ. വനസല, നസല എന്താകും? നസൽത്തു കേട്ടോ. ഇങ്ങനെ മാറ്റി എഴുതണം. റെഡിയല്ലേ? ഇനി അതിൽ ബ മാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. തിഫിൽ കുട്ടി, കാറത്തു ആശയ ഏഷ്യ ഭൂഖണ്ഡം, ഫത്തൂർ പ്രഭാത ഭക്ഷണം, തിബ ഡോക്ടർമാർ, ഹിന്ദ് ഇന്ത്യ, എഫ്സഹൂനൽ മർല രോഗിയെ പരിശോധിക്കും, എൽ ഔബിൽവ ലോബത്ത് കൊണ്ട് കളിക്കും, ഫിസബാഹ് രാവിലെ, മിസർ തന്നെ അല്ലേ? അപ്പൊ ഇതില് ഏതാണ് ചേരുക അല്ലെ? കുട്ടി കളിപ്പാട്ടം കൊണ്ട് കളിക്കും, കാറത്തു ആസിയിലാണ് ഇന്ത്യയുള്ളത്, ഫത്തൂറ് രാവിലെ കഴിക്കുന്നതാണ്, ഡോക്ടർമാർ പരിശോധിക്കും. ഇത്രയാണ് അതിന് ഉത്തരം വരും. ഓക്കെ, ഇത്രയാണ് നിങ്ങളുടെ 6ാം ക്ലാസ്സിലെ ചോദ്യപേപ്പർ. അപ്പോൾ ഇത് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടുകാർക്ക് അയച്ചു കൊടുക്കുക. വീണ്ടും കാണാം. ഓക്കെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.